കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എല്ലാം മറന്നിട്ട് വിഷമൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ശ്രദ്ധയോടെ എല്ലാ ജോലികളും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മനസ്സ് നിറയും കൺമുന്നിലും അവൻ തന്നെയാ വരുന്നത്. എനിക്ക് വേറെ ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എന്റെ കൺമുന്നില് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല ചേച്ചി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു നരകത്തിലിരിക്കുന്ന പോലെയാ തോന്നുന്നത്. ആദ്യമൊക്കെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു വസു. അത് കഴിഞ്ഞ് പതിയെ പതിയെ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു തുടങ്ങി. ഇപ്പൊ പോലും ഞാൻ ഹോസ്റ്റലിൽ പോയി അവരെ കാണാറില്ല. അവരിവിടേക്ക് വന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാനാ, അമ്മയല്ലേ. കുഞ്ഞിനെ പിരിഞ്ഞ വേദനിക്കാതിരിക്കോ വസു? പക്ഷെ എന്റെ ഈ ഹൃദയവേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേച്ചി. ഉണ്ണിയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവനാണ് എന്റെ ദൂരായിരുന്നാലും അടുത്തായിരുന്നാലും എല്ലാം നിനക്ക് വേണ്ടിട്ടാ വസു. അവൻ തീർച്ചയായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവൻ വരുമായിരിക്കും അല്ലേ? ഇന്ന് തന്നെ എനിക്ക് ഉണ്ണിയെ കാണണം. ഉറപ്പായിട്ടും വരുമല്ലേ? കുഴപ്പമില്ല മോനെ, ഞാൻ കൊണ്ടുവരാം. ഇതെന്താ ഈ ഉണ്ണി തിരിച്ചു വന്നിരിക്കുന്നേ? എന്റെ കണ്ണ് നേരത്തെ തുടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ അപശകുനം വരാൻ പോകുന്നു. ഉണ്ണി, 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 എന്റെ പൊന്നുണ്ണി. അയ്യോ, 2 ദിവസം കൊണ്ട് നീ ആകെ മെലിഞ്ഞു പോയല്ലോ. നീ ഇല്ലാത്തത് കൊണ്ട് ഈ വീട് ആകെ ഉറങ്ങിപ്പോയി. ഏട്ടാ, എടുത്തി ഓടി വാ, ദേ ഉണ്ണി വന്നു. ഭാവനെ, ഭാസ്കർ, അഖിൽ, കാർത്തികേ, ഓടി വാ. ഹായ് അപ്പൂപ്പ. ഉണ്ണി, വസുവെട്ടത്തിയുടെ അമ്മായി അച്ഛൻ ആൾ കൊള്ളാലോ. ആരും അറിയാതെ ഉണ്ണിയെ കൂട്ടിക്കൊണ്ടു വന്നു. ഉണ്ണി, സുഖമാണോ മോനെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു വല്യമ്മ. അപ്പൂപ്പ, അപ്പൂപ്പൻ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു മോനെ. ഹോസ്റ്റലിലേക്ക് പോയെന്നറിഞ്ഞു. ഇവിടെ നിനക്ക് എന്താ മോനെ കുറവ്? സോറി അപ്പൂപ്പ. സോറി അമ്മമ്മ. ഹോസ്റ്റലിൽ പോവാൻ പറഞ്ഞ കാര്യം ഞാനാണ് പറഞ്ഞതെന്ന് പുറത്ത് പറഞ്ഞേക്കല്ലേടാ. സോറി അച്ഛ. അച്ഛനോട് ചോദിക്കാതെ ഞാൻ തീരുമാനം എടുത്തതിന്, ഉണ്ണിയെ ഹോസ്റ്റലിലേക്ക് അയച്ചതിന്. നീ എന്ത് ചെയ്താലും അത് ആലോചിച്ചേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം അഭി. ഉണ്ണിയെ നീ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമായി മോനെ. ഉണ്ണി ഇനി മുതൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും.
അനുവിൻ്റെ കീർത്തിയുടെ ഒപ്പം ചേർന്ന് പഴയതുപോലെ സ്കൂളിൽ പോയി പഠിക്കും. ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് എന്റെ കാര്യം പുറത്തു പറയാതെ എന്നെ രക്ഷിക്കണം. മോനെ ഉണ്ണി, നിന്നെ കാണാത്തോണ്ട് എനിക്ക് എന്തോരം വിഷമായിന്നറിയോ. നീ ഇവിടെ പോയതിനു ശേഷം എനിക്കൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. നിങ്ങളെല്ലാവരും ശരിക്കും ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. സോറി. ഞങ്ങൾ എല്ലാവരേക്കാളും കൂടുതൽ വിഷമിച്ചത് നിന്റെ അമ്മയാ. പോയി അമ്മയോട് സോറി പറയിച്ചല്ല. ശരി, പറയാൻ വല്യമ്മ. ഉണ്ണി, നിന്നെ ഹോസ്റ്റലാക്കിയിട്ട് വന്നതിന് എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? ഒരിക്കലും ഇല്ല വല്യച്ഛ. ഞാൻ പറഞ്ഞോണ്ടല്ലേ വല്യച്ഛൻ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. ഇനി ഒരിക്കലും ഹോസ്റ്റലിലേക്ക് പോണെന്ന് പറയല്ലേ ഉണ്ണി. നിന്നെ ഒരുപാട് മിസ് ചെയ്തു. സോറി ചെറിയച്ഛ. നിനക്ക് അമ്മയെ കാണാതിരിക്കാൻ കഴിയില്ലെന്ന് അറിയായിരുന്നു. വേഗം തന്നെ നീ തിരിച്ചു വരുമെന്നും എനിക്ക് അറിയായിരുന്നു. നിന്റെ വല്യച്ഛനോട് അത് ഞാൻ പറഞ്ഞതുവാ. ആ, ഞാനും അവനോട് അത് തന്നെയാ പറഞ്ഞത്. ഉണ്ണി, ഇരിക്കുക. കുഴപ്പമില്ല മോനെ. ഇതെല്ലാം അവരുടെ അമ്മയാ. ബിസിനസ്സിൽ ഞാൻ വളരെ തിരക്കിലായിരുന്നപ്പോഴും ജയന്തി മക്കളെ വളരെ നന്നായിട്ട് തന്നെ വളർത്തി. താങ്കളുടെ അംഗീകാരമെല്ലാം അവൾക്കാ കിട്ടണ്ടേ. സത്യത്തിൽ നിങ്ങൾക്ക് നല്ല മനസ്സാ. വാത്സല്യത്തോടെ കുട്ടികളെ വളർത്തി അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മാതൃകയായ ഒരു അമ്മയായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നളിയാ. ഇത്ര പെട്ടെന്നോ? എന്താ അത്യാവശ്യം? നിങ്ങളുടെ മകളെ ഒന്ന് കാണണമെന്നില്ലേ? ഇത്രയും നല്ലൊരു സ്ഥലത്തല്ലേ അവളുള്ളത്, പിന്നെ ഞാൻ എന്തിനാ കാണുന്നേ? നിങ്ങളുടെയൊക്കെ അടുത്ത് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ എന്റെ മകളും ചെറുമകനും സന്തോഷത്തോടെ തന്നെ ഇരിക്കും. കാണണമെന്ന് എനിക്കില്ല. ഇവിടെ വരെ വന്നിട്ട് അവളെ കാണാതെ പോയാ വസുനത് വിഷമാവും ചെറിയച്ച. അതെ എങ്കിൽ വസുവിനെ കണ്ടിട്ട് കഴിച്ചിട്ട് പോവാലോ. അച്ഛാ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇത്രയും പേരെന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? കഴിച്ചിട്ട് പോകാം.
അമ്മേ. എന്നെ പറ്റിയോ നിന്നെ പറ്റിയോ അദ്ദേഹം ആലോചിക്കാറില്ല. അദ്ദേഹത്തിന് ജോലിയാ മുഖ്യം. ഞാൻ അനുഭവിക്കുന്ന വിഷമം, വേദന ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല. ഇനി നീ എന്നെ ഇങ്ങനെ കരയിപ്പിക്കാതെ ഇവിടുന്ന് പോയി തരുമോ? ഇല്ലെങ്കിൽ പകൽ സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാരും എന്നെ ഭ്രാന്തിയെന്നും ബുദ്ധിയില്ലാത്തവളെന്നും പറയും. ഉണ്ണി സത്യത്തെ തിരിച്ചു വന്നിരിക്കുക വസു. ഉണ്ണിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ണി ഞാൻ തിരിച്ചും കൊണ്ടുവന്നു. അമ്മേ. ഉണ്ണി. അമ്മേ. ഉണ്ണി. 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 ഉണ്ണി, നീ ശരിക്കും എന്റെ മുന്നിൽ വന്നത് തന്നെയാണോ? ആ അമ്മ, ഞാൻ വന്നു. എന്റെ മോനെ, എന്റെ പൊന്നു മോൻ. സോറി മോനു, നീ എന്റെ സ്വപ്നത്തിലാ വന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയടാ. നീ എന്നോട് ക്ഷമിക്കണേ മോനെ. അതിനെന്താ അമ്മ, ഞാൻ തിരിച്ചു വന്നില്ലേ, ഇനി കരയാതിരിക്കെ. ഇതിന്റെ കണ്ണീരല്ല മോനെ, ആനന്ദ കണ്ണീരാ. നീ ഇപ്പോ എന്റെ മുന്നിലേക്ക് തിരിച്ചു വന്നതിലുള്ള സന്തോഷം. നിനക്ക് സുഖാണോ? ഈ അമ്മയെ നിനക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? എന്തിനാ നീ എന്നെ വിട്ടിട്ട് പോയത്? നിനക്ക് എങ്ങനെ തോന്നി? സോറി അമ്മ, ഇനി അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. ഇനി നീ എന്നെ വിട്ടിട്ട് പോയാ എന്റെ ജീവനും എന്നെ വിട്ടിട്ട് പോവുണ്ണി. ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ.
എന്നെ ഇനിയും ഇങ്ങനെ കരയിപ്പിക്കരുത്. ഉണ്ണി ഹോസ്റ്റലിലേക്ക് പോയത് നിനക്ക് വേണ്ടിയിട്ടാ വസു. അവനിവിടെ ഇല്ലെങ്കിൽ നീ സന്തോഷമായിട്ട് ഇരിക്കുന്നു കരുതിയിട്ടാ പോയത്. നീ ഇല്ലാതെ അവന് കഴിയാനാവില്ലെന്ന് മനസ്സിലായപ്പോ അവൻ തിരിച്ചു വന്നു. ഉണ്ണി, നീ ഇല്ലാതെ എങ്ങനെ ഞാൻ ഇവിടെ സന്തോഷത്തോടെ കഴിയും? നീ എന്റെ ജീവനാ ഉണ്ണി. എന്റെ ജന്മം തന്നെ നിനക്ക് വേണ്ടിയാ. നമ്മുടെ ഉണ്ണിക്കും നീ എന്ന് പറഞ്ഞ ജീവനാ. നീയില്ലാതെ ഉണ്ണിക്കും ഉണ്ണിയില്ലാതെ നിനക്കും ജീവിക്കാനാവില്ല. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എന്റെ കുടുംബമാണ്, എന്നോടൊപ്പം കഴിയേണ്ടവർ. നിങ്ങളുടെ വിഷമം എന്റെയും കൂടി വിഷമാണ്. നിങ്ങളെ രണ്ടുപേരെയും എന്റെ ഭാര്യയും കുഞ്ഞുമായി ഞാൻ എന്നേ മനസ്സിലേറ്റിയതാണ്. എന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, എന്റെ ഭാര്യ മരിച്ചു പോയത് സങ്കടം തന്നെയാണ്. നിങ്ങളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉണ്ണി എന്റെയും കൂടി മകനാണ്. അവൻ എന്റെ ചോര അല്ലെങ്കിൽ കൂടിയും എന്റെ സ്വന്തം മകൻ തന്നെയാണ്. എന്റെ മൂത്ത മകൻ, അനുവിന്റെയും കീർത്തിയുടെയും ചേട്ടൻ, ഈ കുടുംബത്തിന്റെ തന്നെ അനന്തരാവകാശി. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു നേരം പോക്കിനോ തമാശയ്ക്കോ വേണ്ടിയല്ല. ഞാൻ കുറച്ചേ സംസാരിക്കാറുള്ളൂ. പക്ഷെ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ടാവും. ജീവൻ പോയാലും ഞാനത് തെറ്റിക്കില്ല. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഏട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. ഏട്ടന്റെ മനസ്സെന്തെന്നറിയാതെ, ഏട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. ഐ എം വെരി സോറി ഏട്ടാ. ഈ പറഞ്ഞത് നീയല്ല, ജീവന തുല്യം സ്നേഹിക്കുന്ന മകനെ പിരിഞ്ഞ അമ്മയാണെന്ന് എനിക്കറിയാം. നിന്റെ സ്ഥാനത്ത് ഏതൊരു അമ്മയാണെങ്കിലും ഇങ്ങനെ തന്നെ സംസാരിക്കൂ. ഈ ലോകത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ ദൃഢമാകുന്നതിനുള്ള കാരണം അവരുടെ കുഞ്ഞുങ്ങളാണ്. സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അച്ഛനോട് സോറി പറയാം. ഞാൻ കാരണമല്ലേ അമ്മയ്ക്ക് അച്ഛനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടി വന്നത്. എക്സ്ട്രീംലി സോറി. നമുക്കിടയിൽ സോറി താങ്ക്സിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഉണ്ണി. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. ഞാൻ അവസാനമായിട്ട് പറയാണ്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വേദനിക്കുന്നതും ത്യാഗം ചെയ്യുന്നതും ഒന്ന് നിർത്തിയേക്ക്. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും അത് ആദ്യം എന്നോട് പറയണം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഞാനെല്ലാം നോക്കിക്കോളാം. ഇതിനെ മറക്കരുത്. സത്യം പറഞ്ഞ അച്ഛനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തി അല്ലേ അമ്മ? അതെ ഉണ്ണി. ആ ദിവസം അദ്ദേഹത്തിന്റെ ശരീരത്തിനുണ്ടായ മുറിവിനേക്കാളേറെ ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏൽപ്പിച്ച മുറിവ്
വളരെ വലുതാണ്.